നമ്മുടെ ഈ വചനത്തിൻ്റെ അവസാന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഉലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം എന്നാണ്. ഫഉലൈക് അക്കൂട്ടർ എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുകയും ഇസ്ലാഹ് നടത്തുകയും തബീൻ വ്യക്തത വരുത്തുകയും ചെയ്തവർ, അതൂബു അലൈഹിം അവർക്ക് തൗബ ചെയ്യുവാനുള്ള ഉദവിയും തുറവിയും ഞാൻ ഏകും, അവരുടെ തൗബ ഞാൻ സ്വീകരിക്കുകയും ചെയ്യും. വഅന തവ്വാബുർ റഹീം ഞാൻ അത്തവ്വാബാകുന്നു എന്ന് പറഞ്ഞാൽ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അർ-റഹീം കരുണ കനിയുന്നവനുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഉലൈക അതൂബു അലൈഹിം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള തൗബ, യഥാവിധം തൗബ ചെയ്യുവാനുള്ള തൗഫീഖ് അള്ളാഹു കനിയലാണ്. അതാണ് അള്ളാഹുവിൽ നിന്നുള്ള തൗബ. അള്ളാഹു തൗബ നിയമമാക്കി നിശ്ചയിച്ചു. പിന്നെ തൗബ ചെയ്യുവാനുള്ള മനസ്സും എളുപ്പവും തുറവിയും കനിഞ്ഞു. തൗബ ചെയ്യുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട് അവരുടെ തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. ഇതൊക്കെയാണ് ഫഉലൈക അതൂബു അലൈഹിം എന്നത് പൊരുളാക്കുന്നത്. വഅന തവ്വാബുർ റഹീം എന്നിടത്ത് വാവുൽ ഹാലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണ നന്നായി കനിയുന്നവനുമാണ് എന്നതാണ് അർത്ഥമാക്കുന്നത്. എന്നിരിക്കെ അള്ളാഹു അവരുടേത് കബൂലാക്കും, അവർക്ക് തൗബക്ക് അവസരമേകും എന്നൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത്തവ്വാബ് അർ റഹീം അഗാധാർത്ഥ പ്രയോഗമാണ്. അസീഖത്തുൽ മുബാലഗ എന്ന് പറയും. ഏറെ തൗബ സ്വീകരിക്കുന്നവൻ, കരുണ കനിയുന്നവനും ചൊരിയുന്നവനും എന്നതാണ് അതിൻ്റെ തേട്ടം. ഇത് നമുക്ക് സൂറത്തുൽ ബഖറയിൽ തന്നെ 2 വചനങ്ങളിൽ മുൻകടന്നിട്ടുണ്ട് ഈ 2 നാമങ്ങൾ. അത്തവ്വാബ് അർ റഹീം എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ അൽ അസ്മാഉൽ മുഖ്തരിന എന്ന് പറയും. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പലയിടത്ത് ചേർന്ന് വന്ന നാമങ്ങളാണ്. അതിൽ ഈ 2 നാമങ്ങൾ സൂറത്തുൽ ബഖറയിൽ തന്നെ 3 തവണ നമുക്ക് വന്നു പോയിട്ടുണ്ട്. ഒന്ന് സൂറത്തുൽ ബഖറയിൽ 37-ാം വചനത്തിൽ ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. രണ്ടാമത്തേത് സൂറത്തുൽ ബഖറയിൽ തന്നെ 54-ാം വചനത്തിൽ വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഇന്നകും ളലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ൽ ഫതൂബൂ ഇലാ ബാരിഇകും ഫഖ്തുലൂ അൻഫുസകും ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇകും ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. പിന്നെ സൂറത്തുൽ ബഖറയിൽ തന്നെ 128-ാം വചനം കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചു പോയത് റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക് വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അത്തവ്വാബുർ റഹീം എന്ന് ചേർന്ന് വന്നതിലെ പൊരുളും അതിൻ്റെ യുക്തിയും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ, ഈ നാമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിവിടെ ആവർത്തിക്കുന്നില്ല.